ഹലോ. മലയാളം സിനിമ കണ്ട ഏറ്റവും വലിയ ക്ലാസിക് ക്രിമിനലായ ജോർജ് കുട്ടി. എന്നാൽ ദൃശ്യം 3-ൽ അല്പം പതർച്ചയുള്ള സ്വയം ഒരു ക്രിമിനൽ ആണ് എന്ന് തോന്നിത്തുടങ്ങിയ ഒരു ജോർജ് കുട്ടിയാണ് നമ്മൾ കാണുന്നത്. ഇത് ദൃശ്യം 3 എന്ന സിനിമയുടെ ഒരു അനാലിസിസ് വീഡിയോ ആണ്. സ്പോയിലേഴ്സ് ഉണ്ടാകും. വെൽക്കം ടു മല്ലൂസ് വ്യൂ. ദൃശ്യം 1-ൻ്റെയും 2-നെയും അപേക്ഷിച്ച് കൺഫ്യൂസിംഗ് ആണ് ദൃശ്യം 3, പ്രത്യേകിച്ച് ക്ലൈമാക്സ്. പല വിധത്തിൽ ക്ലൈമാക്സ് കാണിക്കുന്നതും പ്രഭാകറിൻ്റെയും സഹദേവൻ്റെയും പ്ലാൻസിൽ വന്ന വ്യത്യാസങ്ങളും പ്രേക്ഷകരെ കുഴപ്പിക്കുന്നുണ്ട്. ഇതിൽ ജോർജ് കുട്ടിയുടെ അവസ്ഥ സത്യം പറഞ്ഞാൽ പരിതാപകരമാണ്. പുള്ളി വർഷം കുറയായി തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അതിൻ്റെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്നു. പുള്ളി കുടുംബത്തിന് ഒരു താങ്ങായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് സമാധാനം കൊടുത്തും അവരെ ധൈര്യപ്പെടുത്തി. പക്ഷെ പുള്ളിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങൾ തുറന്നു പറയാനും ആരെങ്കിലും ഉണ്ട്. ആരെ വിശ്വസിക്കണം, ആരെ കൈക്കൊള്ളണം എന്ന് അറിയാൻ കഴിയാത്ത ഒരു കൺഫ്യൂഷനിലായിരിക്കുമല്ലോ ജോർജ് കുട്ടി. വർഷങ്ങളായി കേസിന് വേണ്ടിയുള്ള പ്ലാനുകളും വരും വരായികളെക്കുറിച്ചുള്ള ആദിയും എപ്പോഴും പോലീസിനും മീഡിയയ്ക്കും നടുവിലുമാണ്. അതുകൊണ്ട് തന്നെ താൻ ഒരു ക്രിമിനലായി മാറി തുടങ്ങിയോ എന്ന് പുള്ളിക്കാരന് തന്നെ തോന്നിയാൽ അതിശയപ്പെടാനില്ല. മക്കൾ ഇപ്പോൾ സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ളവരാണ്. അവർ ഇപ്പോൾ തന്നെ എങ്ങനെയാണ് കാണുന്നത് എന്ന ഒരു തോന്നലും വന്നു തുടങ്ങി. ഇപ്പോൾ മകളെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും ജയിലിൽ പോകുന്നതിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഒരു നിലയിൽ വരെ എത്തി അയാൾ. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നതിൽ നല്ലത് താൻ ജയിലിൽ പോയി ഈ കേസ് ക്ലോസ് ചെയ്യുന്നതാണ് എന്ന് അയാൾക്ക് തോന്നിയാൽ തെറ്റില്ല. അങ്ങനെ ചെയ്താൽ പിന്നെ പോലീസിൻ്റെ ശല്യമില്ല, കേസ് ക്ലോസായി, ഇതിനൊരു അന്ത്യമായി എന്ന് കരുതിക്കാണും. പിന്നെ പ്രഭാകർ സഹദേവൻ്റെ വീഡിയോ ജോർജ് കുട്ടിയുടെ കയ്യിൽ ഉള്ളിടത്തോളം പ്രഭാകറിൻ്റെ കാര്യം പരിങ്ങലിലാണ്. അതുകൊണ്ടാണ് ഇനി ജോർജ് കുട്ടിയുടെ പിറകെ വരില്ല എന്ന് അയാൾ ഉറപ്പുകൊടുത്തത്. ഇവിടെ പ്രഭാകറും ഒരു ക്രിമിനലായി വരികയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയല്ല അയാൾ 2 വർഷമായി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ തൻ്റെ മകൻ ചെയ്ത കൊള്ളരുതായ്മകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവളെ വീട്ടിൽ കയറി ഉപദ്രവിച്ചപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. പ്രഭാകർ ഇപ്പോൾ വെറും പ്രതികാരദാഹത്തോടെ മാത്രം ചിന്തിക്കുന്നു. സിനിമയുടെ ക്ലൈമാക്സ് ഒരു കാലഹരണപ്പെട്ട ആശയമായി തോന്നി. പഴയകാലത്തെ സസ്പെൻസ് ത്രില്ലർ സിനിമകളാണ് ഓർമ്മ വന്നത്. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഇതിനൊക്കെ കൂട്ടുന്നു. അയാളെപ്പോലും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് പ്രഭാകറും സഹദേവനും മുന്നോട്ട് പോയത്. അവരേക്ക് ഇതിൽ നിന്ന് എന്താണ് നേട്ടമുണ്ടായത്? സ്വന്തം ഐഡന്റിറ്റി പോലും നഷ്ടപ്പെടുത്തിയിട്ട്. ട്രോമയിലായിരുന്ന അഞ്ജു ഒരു കല്യാണ നാടകത്തിൽ അകപ്പെട്ട് വീണ്ടും ട്രോമയിലായോ? സാധാരണ ഒരു പ്രശ്നമുണ്ടായാൽ എല്ലാവരും ചെയ്യുന്നത് ആ സ്ഥലത്ത് നിന്ന് കുട്ടിയെ മാറ്റി അവൾക്ക് സമാധാനം കൊടുക്കുകയാണ്. ജോർജ് കുട്ടിക്ക് അവളെ ഇവിടെ തന്നെ നിർത്തണം. കല്യാണം ഇല്ലാതെ തന്നെ ജോർജ് കുട്ടിക്ക് അവരെ രണ്ടുപേരെയും വിദേശത്തേക്ക് അയക്കാമായിരുന്നു. അവർ അവിടെ പോയി സമാധാനത്തോടെ ജീവിച്ചേനെ. തികച്ചും ജോർജ് കുട്ടിയുടെ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ദൃശ്യം 3 കാണുന്നത്. അയാൾക്ക് ഇങ്ങനെ ആവാതെ തരമില്ല. ഇത് അയാളുടെ വിധിയാണ്. ഈ ആദിയും കുറ്റബോധവും മനപ്രയാസവും ഒക്കെ എന്നും അയാളോടൊപ്പം ഉണ്ടാവും. അയാൾ അറിഞ്ഞും അറിയാതെയും മുറിവേൽപ്പിച്ചവരും മറ്റുമായി ഇപ്പോൾ അയാൾക്ക് ചുറ്റും ശത്രുക്കളാണ്. സിനിമ ഇപ്പോൾ കേസും കോടതിയിൽ നിന്നുമൊക്കെ മാറി പരസ്പരം പ്രതികാരം തീർക്കുന്നതിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇത്രയും വിഖ്യാതമായ തൻ്റെ കേസ് തന്നെ സിനിമയാക്കി വിജയിപ്പിച്ച ജോർജ് കുട്ടിയെ സമ്മതിക്കണം. എന്തിനാ അയാൾ അങ്ങനെ ഒരു നീക്കം നടത്തി? ജോർജ് കുട്ടി വീണ്ടും കരുക്കൾ നീക്കുകയാണ്. പ്രതിയായിരുന്ന മകളെ ഇരയാക്കാനും പ്രഭാകരനെ പ്രതിപട്ടികയിലാക്കാനും ജോർജ് കുട്ടിക്ക് കഴിഞ്ഞു. ഇയാൾ ഇങ്ങനെയാണെങ്കിൽ ഇനിയും വെറുതെ ഇരിക്കുമോ? അവസാനം അയാൾ നമുക്ക് നേരെയാണ് നടന്നെടുക്കുന്നത്. അപ്പോൾ ഇനിയും ദൃശ്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. എൻ്റെ ഈ ചാനലിൽ ഞാൻ ഇതുപോലെയുള്ള സിനിമ റിവ്യൂസും അനാലിസിസ് വീഡിയോസും മറ്റു സിനിമാ വാർത്തകളുമാണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബായ്.